ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴേ അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന വഴിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ വളവിന്റെ അപ്പുറത്ത് എന്താണ് ഉള്ളത് നമുക്കറിയില്ലല്ലോ. മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്കോ അയാൾക്കറിയാം ആ അപ്പുറത്ത് എന്താണ് ഉള്ളത്, അടുത്ത ശനിയാഴ്ച എന്താ നടക്കുക അയാൾക്കറിയാം, അടുത്ത വർഷം എന്താ നടക്കുന്ന അയാൾക്കറിയാം. കാരണം അയാൾ നോക്കുന്ന മുകളിൽ നിന്നാ, നമ്മൾ നോക്കുന്ന താഴെന്നോ. നമുക്ക് അടുത്ത വളവിന്റെ അപ്പുറത്തുള്ളത് എന്താന്ന് പോലും അറിയില്ല. മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇവനെ കാത്തിരിക്കുന്നത്. ആ മുകളിലുള്ള ആളല്ലേ, അയാളെ വിശ്വസിക്കലാണ് കണ്ടൻമെന്റ് എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയിലൂടെയൊക്കെ ഒരാൾ നേടിയെടുക്കുന്നത് ആ ഒരു സംതൃപ്തിയാണ്. പടച്ചോന്റെ പദ്ധതികളിൽ ഒരാൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു സംതൃപ്തിയാണ്. ആ പടച്ചോന്റെ പ്ലാനിനെ ഒരാൾ വിശ്വസിക്കലാണ്, അന്ധമായി വിശ്വസിക്കലാണ്. പടച്ചോനെ ഇങ്ങനെ പിടിക്കണം അയാള്. അങ്ങനെ ഒരു തിരിച്ചറിവാണ് ഒരാൾക്ക് പടച്ചോനെ മനസ്സിലാകുമ്പോൾ സംഭവിക്കുന്നത്. അയാൾ ശക്തിപ്പെടും. ജീവിതത്തിന്റെ ദുർബലതകളിൽ നിന്ന് അയാൾ ഉയർത്തെഴുന്നേൽക്കും. അയാൾ പടച്ചോനുമായുള്ള ഒരു ആത്മബന്ധത്തിലൂടെ അയാൾ അനുഭവിക്കുന്ന ഒരു രസമുണ്ട്. അയാളുടെ സുജൂദുകളൊക്കെയും ചുംബനങ്ങളായി മാറും. അതാണ് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അല്ലേ. പടച്ചോന്റെ മുന്നിൽ ഇങ്ങനെ ചെന്ന് നിൽക്കാൻ അവൻ ആത്മധൈര്യത്തിന്റെ ഒരു ചരിത്രമുണ്ട്.